ഇന്ന് രാവിലെ 6:30-ക്കാണ് ഈ പറയുന്ന സ്ത്രീയുടെ മുമ്പിലൂടെ ഈ റോഡ് കുറുകെ കടുവ ചാടിപ്പോയത്. അതിനുശേഷം വനംവകുപ്പ് അവിടെ എത്തി പരിശോധനയൊക്കെ നടത്തി. പക്ഷേ കാണാൻ കഴിയുന്നില്ല. ഇതിപ്പോൾ അതായത് നമ്മൾ ഈ പറയുന്ന പടമല പള്ളിക്ക് തൊട്ട് മുൻപിലായി അവർ പള്ളിയിലേക്ക് പോവുകയായിരുന്നു. ആ സമയത്താണ് കടുവയെ കണ്ടത്. അതിൻ്റെ തൊട്ട് മുമ്പിലൂടെ റോഡ് മുറിച്ച് കടന്ന് പോയി. വനംവകുപ്പ് ഏതായാലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. പട്രോളിങ്ങിനായി 2 ടീമുകളെ നിയോഗിക്കുമെന്നതാണ് റേഞ്ച് ഓഫീസർ നമ്മളോട് തന്നെ വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ വലിയ പ്രതിഷേധവും നാട്ടുകാരുടെ ഭാഗത്തും ഉണ്ടാകുന്നുണ്ട്. രാത്രി പന്തംകുളത്തിൽ പ്രകടനമൊക്കെ നടത്തുമെന്നാണ് അവർ പറയുന്നത്. കാരണം ഈ അജീഷ് മരിച്ച വീടിൽ നിന്ന് 1 കിലോമീറ്റർ പോലും ഇല്ല, അത്ര അടുത്തായിട്ടാണ് കടുവ ഇറങ്ങുന്നത് എന്ന് പറയുമ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീതിയുണ്ട്. കാരണം ഇത് പുറത്തിറങ്ങാൻ, അത് കുട്ടികളൊക്കെ പുറത്ത് ഇറക്കാൻ പോലും കഴിയാത്ത സ്ഥിതിവിശേഷം നിലനിൽക്കുന്നു എന്നതാണ്. ചേട്ടാ, ഇപ്പോൾ ആന മാറിയപ്പോൾ കടുവയായി, ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പം ഇവിടെ ആദ്യമൊന്നുമില്ലായിരുന്നു. എനിക്കിപ്പോൾ 60 വയസ്സായി. ഒരു 10 വർഷത്തിനിപ്പുറത്തേക്കാണ് ഇതുപോലുള്ള ശല്യങ്ങൾ തുടങ്ങി. ഇതിനു മുമ്പ് ആന ഒരാളെ കൊന്നിരുന്നു ഇവിടെ. ഇപ്പോൾ 2ാമത്തെ ആളാണ് ആനയുടെ ആക്രമണത്തിൽ മരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ കൃഷിക്കാരാണ്. കൃഷിയായിട്ട് ബന്ധപ്പെട്ട് വീട്ടിൽ നിന്ന് രാവിലെ പശു ഇറക്കാൻ മുതൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. എപ്പോഴും ഒരു ഭീതിയാണ്. ഇപ്പോൾ ഇതാ കുരുമുളക് പറിക്കേണ്ട സമയമാണ്. പേടിച്ചിട്ടിപ്പോൾ പറമ്പിലേക്ക് പോകാൻ പറ്റില്ല. കാരണം കടുവയായി, ആനയായി, പുലിയായി, പിന്നെ ഇങ്ങനെയുള്ള മൃഗങ്ങൾ സ്ഥിരം വരുന്നതാണ്. ഇപ്പോൾ ആകെ ഇവിടുന്ന് ഇട്ടിട്ട് പോവുകയാണോ വേണ്ട, പോവാൻ എവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ തെണ്ടി കിടക്കാൻ പറ്റില്ലല്ലോ, കൃഷിയെടുത്ത് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ ആകെ ഒരു വല്ലാത്തൊരു അരക്ഷിതാവസ്ഥയാണ്. അതെ 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 പുറമേ ഉള്ളവരൊക്കെ പറയുന്നത് ഞങ്ങൾ വനം കൈയേറ്റക്കാരാണ്, കാട് വെട്ടിത്തെളിച്ച് മൃഗങ്ങളെ ശല്യപ്പെടുത്തുന്നതുകൊണ്ടാണ് ആനയൊക്കെ നാട്ടിലിറങ്ങി ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഞങ്ങളെ ഇവിടുത്തെ ഗവൺമെൻറ് ഞങ്ങളെ വിളിച്ചു വരുത്തിയാണ്. പരസ്യം ചെയ്തുകൊണ്ട് ഭക്ഷ്യക്ഷാമം കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഭൂമി പതിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് പട്ടയം തന്നതാണ്. ആ ഭൂമിയാണ് ഞങ്ങൾ കയ്യേറ്റക്കാരായിട്ടിപ്പോൾ പുറമേ ഉള്ളവർ പട്ടണങ്ങളിൽ താമസിക്കുന്നത് ഞങ്ങൾ ചിത്രീകരിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കേണ്ടി വരും. ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ആളുകൾക്ക് ഇപ്പോൾ അവർ പറഞ്ഞത് സാധനം വാങ്ങാൻ പോലും ഒന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല. കാരണം രാവിലെയൊക്കെയാണ് ആനയും കടുവയൊക്കെ എത്തുന്നത്. അപ്പോൾ വലിയ ഭീതി, ആശങ്കയൊക്കെ തന്നെ ജനങ്ങൾക്കുണ്ട്. പക്ഷെ അത് പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയുന്നില്ല. വനംവകുപ്പ് നിരീക്ഷണമൊക്കെ തന്നെ ശക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം ഈ പറയുന്ന പട്രോളിങ്ങിന് ആളെ വിടും എന്നും അവർ വ്യക്തമാക്കുന്നു. ഇതിലും ഈ ആശങ്ക, അതായത് എങ്ങനെ ജീവിക്കും, എത്ര നാൾ ഇങ്ങനെ ജീവിക്കും എന്നതാണ് അവർ ചോദിക്കുന്നത്. കാരണം ഈ പേടിയോടുകൂടി പുറത്തിറങ്ങാൻ കഴിയാതെ കഴിയേണ്ടി വരുന്നത് വളരെ സങ്കടകരമായ ഒന്ന് തന്നെയാണ്. ഇതിലും അത് പരിഹരിക്കുമെന്ന് വനംവകുപ്പ് പറയുന്നു, പരിശോധനയൊക്കെ നടത്തുന്നു. ഏതായാലും ഈ മേഖലയിൽ, പടമല മേഖലയെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്ക് ഒന്ന് ധൈര്യത്തോടെ പുറത്തിറങ്ങാൻ പോലും കഴിയാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്.